ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും നിങ്ങളെ വിളവെടുപ്പ് കാണണേ. കാരണം വിളവെടുപ്പ് കാണുക എന്ന് പറഞ്ഞൊരു പ്രചോദന. ഇങ്ങനെ നട്ടാൽ എത്രയും ഉഷാറിൽ കായ്ക്കൂലേ, കിഴങ്ങൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ വേഗം നടാനുള്ള ഒരു ഒരാഗ്രഹം ഉണ്ടാവും. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ വിളവെടുപ്പൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വിളവെടുക്കുന്നത് അതിനുള്ളിൽ എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് പച്ചമുളക് തക്കാളിയൊക്കെ ആണെങ്കിൽ മേലെ നമ്മളെ വിളവ് കാണും, ഉരുളക്കിഴങ്ങ് കാണൂല. അതുകൊണ്ട് ഞാനും ഒരേപോലെ ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. എന്തുണ്ടോ ഒന്നും അറിയില്ല. നമ്മൾ നോക്കാം കേട്ടോ. വരി, നമുക്കൊന്ന് വിളവെടുക്കാലോ. ഞാൻ ഉരുളക്കിഴങ്ങ് നട്ടത് സിമെന്റ് ചാക്കില. ചില്ലിക്കാശ് മുടക്കാത്ത കച്ചവടമാണല്ലോ മൊത്തം എൻ്റെ കൃഷി എടുക്കൽ. അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ ഇത് വലുതായി ഉണങ്ങിയതാ. ചിലത് മുളച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് താമസിച്ചിട്ട് രണ്ടാമത് മുള വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. ഏതായാലും ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാട്ടെ. എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതിന്റെ മുമ്പ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തായാലും ഇത് ബാൾസം മുളച്ചുണ്ടായത്. അത് നമുക്ക് വേറെ നടാം. ഇതാണ് സംഭവം, ചെടി. ഇനി ഞാനേ ഇതിൽ കൈയിടുമ്പോൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉറുമ്പൊക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇത് വേണം, കയ്യൊറ വേണം. കയ്യൊറ ഇട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ കയ്യൊറ ഇടാണ്ടൊക്കെ എന്തെങ്കിലും പണിയെടുത്താൽ എനിക്കത് സൈക്കൂര, എന്താ കുത്ത് കിട്ടിയാൽ. ഇപ്പം ഞാൻ തന്നെ അങ്ങോട്ടേക്ക് കയ്യൊറിട്ട് കാണിച്ചാൽ പിന്നെ നീ നോക്കട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താന്നുള്ള മേലെ കാണുന്നുണ്ട് കേട്ടോ. മേലത് അവിടെ കാണുന്നുണ്ട്. വലിച്ചു നോക്കട്ടെ. മേലതാ 1 2 3. അത് മേൽഭാഗമായിട്ട് പച്ച നിറം വന്നിട്ടുണ്ട്. അത് നമുക്ക് നടാനേ പറ്റുള്ളൂ. 3. ഇനിയാണ് ഉള്ള നോക്കണ്ടേ. ഉള്ളു മാന്തി നോക്കട്ടെ. ഇതാ ഒന്ന് കിട്ടി. സൂപ്പർ. നോക്കട്ടെ, നല്ല ഉറപ്പ, മണ്ണൊക്കെ ഉറപ്പായി പോയി കിട്ടോ. ഇവിടെതാ ഒന്ന്. ഇതാ അത്ര അങ്ങോട്ട് വലുപ്പമില്ല, എന്നാലും ഇത് കുറച്ച് വലുപ്പമുണ്ട്. നല്ല മഞ്ഞയാട്ടോ, നല്ല മഞ്ഞ കളറുവാ. ഞാൻ അടിയിൽ പോയോ നോക്കുക. ഇവിടെതാ ഒന്ന്. അങ്ങനെ 5 കിട്ടി. ഇനി ഇവിടെ ഒക്കെ നോക്കട്ടെ. ഇങ്ങോട്ടേക്ക് വന്നിട്ടാ 6 ഭാഗത്തേക്കാ പോയത്. നോക്കട്ടെ, മാന്തി നോക്കട്ടെ. ഇതും കഴിഞ്ഞും തോന്നുന്നുണ്ട്. ഞാൻ വേറൊന്നും എടുക്കട്ടെ കേട്ടോ. ഞാൻ 2 ചാക്കിലെ ഉരുളക്കിഴങ്ങ് ഞാൻ വിളവെടുത്തിട്ട്, ഞാൻ പണ്ട് വിളവെടുക്കുന്നത് അത്ര ഞാൻ വിജയിച്ചിട്ടില്ല. പരാജയം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കണമല്ലോ. പരാജയപ്പെടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിന് വെയിൽ കുറവായിരുന്നു. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങിന് നല്ല വെയിൽ വേണം കേട്ടോ. നല്ല വെയിലുള്ളപ്പോൾ വിളവെടുത്തപ്പോൾ നല്ലോണം കിട്ടിയിരുന്നു. നമ്മൾ ഇത് നോക്കുക. ഞാൻ കുറഞ്ഞ സ്ഥലമുള്ളൂ, വെയിലുള്ള ഭാഗത്ത് വേറെ ചെടികൾ കൊണ്ടുപോയി വെച്ചും ചെയ്ത്. അപ്പം ഞാൻ വിജയം മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതിൽ നിന്ന് പഠിക്കുന്ന പാടെന്താ, നല്ല വെയിലും വേണം. ഇത് നോക്കുക കേട്ടോ. അതിമേന്ന് ഞാൻ തൂങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ പൂക്കള്. 1 2 3. ഇപ്പം ഞാൻ എന്താന്ന് പറഞ്ഞാൽ സ്ഥലമില്ല, പിന്നെ നമുക്ക് നടിയും വേണം. അപ്പം ഇടക്കോ അങ്ങ് ഫിറ്റാക്കും ഞാൻ. അങ്ങനെയാ. അപ്പം ഇത് നല്ല വെയിൽ വേണം. 5. ശരിക്കും നമ്മൾ വെയിലില്ലാത്തോട്ട് നടരുത് എന്നാണ് ഇന്ന് പഠിക്കേണ്ട പാഠം. ഞാൻ ആവേശം കൊണ്ട് ഞാൻ ഇതിൻ്റെ വെയിലില്ലെങ്കിൽ ചെടികളുണ്ടല്ലോ, ചെടി നന്നായിട്ട് ഇങ്ങനെ ഉഷാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് അത്ര വെയിൽ വേണ്ടേക്കുന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും നടുകയാണെങ്കിൽ നല്ല വെയിൽ വേണം എന്നുള്ളതിൻ്റെ തെളിവായത്. നല്ലോണം പോട്ടി മിക്സ് ഒക്കെ ഇട്ടാ നട്ട് വെച്ച് തീരെ വെയിലുണ്ടായില്ല.
അങ്ങനെ ഇതും കുറഞ്ഞു. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇവരെങ്ങനെ സ്ഥലം മുടക്കി കാത്തു നിൽക്കണ്ടല്ലോ. നമുക്ക് അങ്ങ് വിളവെടുക്ക്. അപ്പാണ് ഞാൻ കഴിക്കാം. 3 വിളവെടുത്തിട്ട് കിട്ടിയത് ഇതാ. ഇതാണ് ഞാൻ പറഞ്ഞത്. കുറെ ചെടികൾക്ക് സൂര്യപ്രകാശം നിർബന്ധം, ചില ചെടികൾക്ക് സൂര്യപ്രകാശം വേണ്ട. ഇനി ഒന്നും കൂടെ ഉണ്ട്. വെറുതെ അവിടെ സ്ഥലം മുടക്കിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും നടിയിരുന്നു. പറഞ്ഞിട്ട് കാര്യമല്ല. പരാജയം വിജയത്തിൻ്റെ. ഞാൻ എപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് വിജയം മാത്രമാണ്. എനിക്ക് എനിക്ക് പരാജയപ്പെട്ടുകൊണ്ട് എന്താ ഇതിൽ വേറൊന്നും വന്നിട്ടൊന്നുമില്ല. നല്ല മണ്ണ് നോക്കി, നല്ല കറുപ്പ് മണ്ണ. വെളിച്ചം കിട്ടിയില്ല, നല്ല സൂര്യപ്രകാശം കിട്ടിയില്ല. ഇനി അടുത്ത് ഇനി ഒന്നും കൂടെ ഉണ്ട്. എല്ലാം എടുത്തു. ഇതും കൂടി നോക്കുക. എന്നിട്ട് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം എനിക്കുണ്ട്. അവിടെ കൊണ്ടൊക്കെ ഇനി നടുന്നത്. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടാവും. ചീര മുളച്ചിട്ടുണ്ട്. ഇനി ഇത് നോക്കുക കേട്ടോ. ഉണ്ടോ? എന്താ ഒന്ന് നല്ല വലിപ്പം കേട്ടോ. ഇതൊക്കെ കുട്ടികളാ. ഇതെല്ലാം കുഞ്ഞി. ഇനി അടുത്ത് നോക്കട്ടെ. അല്ല, ഇതിൽ കുഴിച്ച് നോക്കട്ടെ കേട്ടോ. എന്തൊരു അതില് പിന്നെ ഉണ്ട് കേട്ടോ. ഇതാ ഇത് പിന്നെയുണ്ട്. ഇതിലും അങ്ങനെ വെയില്. ഇതാ. അയ്യോ, ഇത് ചീഞ്ഞു പോയിട്ടോ. സമയം തെറ്റിയിട്ട് അത് ചീഞ്ഞു പോയി. ഇതാ മാന്തി നോക്കിയിട്ടേ. ഇതായാലും പോട്ടെ. ഇത് അങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തിയില്ല. സങ്കടപ്പെടുത്തിയത് ഇവരാ. ഞാൻ ആവേശത്തിൽ ഉരുളക്കിഴങ്ങ് വിളവെടുക്കാൻ വന്നിരുന്നു. പക്ഷെ നല്ല നനവും നല്ല മണ്ണുവാ. അപ്പൊ ഞാൻ 1 2 3 4 ചാക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വിളവെടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് കിട്ടിയത് ഇത്രയാ. അപ്പം ഇത്രയാ കിട്ടിയത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഉരുളക്കിഴങ്ങിന് നല്ല വെയിൽ വേണം. നമുക്ക് ഓരോ പരീക്ഷണമല്ലേ, നമുക്ക് അനുഭവത്തിലൂടെ പഠിക്കുന്ന പാഠമാണ് ഏറ്റവും വലിയ പാഠം. അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈവായിട്ട് എൻ്റെ പരാജയം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ച് നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉരുളക്കിഴങ്ങിന് വെയിൽ വേണമെന്ന് ആരും ചോദിക്കൂല. നല്ല വെയിലത്ത് വേണത് നടണമെങ്കിൽ. തണലത്ത് നട്ടുകൊണ്ട് എന്നാൽ വല്ലാണ്ട് എന്നെ വേദനിപ്പിച്ചില്ല. കുറച്ച് കിട്ടീന്, കുറച്ച് തൂക്കതുണ്ട്. നല്ല ഉണങ്ങി ഇതൊക്കെ ആയതിനു ശേഷം തന്നെ ഞാൻ വിളവെടുത്ത് നല്ലോണം ഉഷാറിൽ മുളച്ച് വന്നിരുന്നു. നല്ല ഉഷാറിൽ. അപ്പം ഞാൻ പുറത്ത് സൈഡ് കൊണ്ടുവച്ചിരുന്നു. ഇനി അഞ്ചാമത്തത് നോക്കട്ടെ. നമ്മളിങ്ങനെ പരാജയപ്പെട്ടാൽ നമ്മൾ പിന്മാറരുത്. നമ്മളെ പരാജയപ്പെട്ടതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനി ഇതും കൂടി നോക്കട്ടെ. ഇതും കൂടെ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. എന്താന്ന് തന്നെ അറിയില്ല. ഇതിലുണ്ടായില്ലേ? ഒറ്റൊന്നും ഉണ്ടായില്ല ഇതില്. ഇത് വല്ലാത്ത പരാജയ. നോക്കട്ടെ. 1 2 3 ഒക്കെ ചെറുതാ. 3 ഇത് കുഴപ്പമില്ല. 4 5 6 ഇതൊക്കെ ചെറുതാ. 7 8 9 എന്നെ മറ്റുള്ളതിലൊക്കെ സങ്കടപ്പെടുത്തിയാലും 10
11. നമുക്ക് ഇതിന് മനസ്സിലാക്കിയ എന്താണെന്നറിയോ, ഇത് കുറച്ച് വെയിലത്തായിരുന്നു. അപ്പൊ ഞമ്മക്ക് നൊക്കൊന്ന് നോക്കട്ടെ, ഗ്ലൗസ് ഇട്ടോട് ധൈര്യത്ത് മാന്താലോ. അതാ നോക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്ക് ഉണ്ടാവാത്തതും ഉണ്ടായി എന്നുള്ളത്. ഇത് മാത്രം കുറച്ച് തന്നെ സന്തോഷിപ്പിച്ചു. അത് കുറച്ചൊരു തണലത്ത് നിന്ന് മാറി കുറച്ചൊരു വെയിൽ കൊണ്ട സ്ഥലത്തായിരുന്നു. ഓ, അതിൻ്റെ ഇടയിൽ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നോമ്പ് കാലത്ത് ഇഞ്ചി തേച്ചാ തരൂല. നോക്കട്ടെ നിങ്ങാരും കലായി പെട്ടുപോയോ എന്നുള്ളത് നിങ്ങളെ കാണിക്കുമ്പോ. അപ്പൊ ഞാൻ ഇതിൽ നിന്നുള്ള പഠിച്ച പാഠം നിങ്ങളെ ഞാൻ പറഞ്ഞിരുന്ന എന്താ അറിയോ, ഈ ഒരു ഉരുളക്കിഴങ്ങ് ചെടി കുറഞ്ഞൊരു വെയിൽ കിട്ടിയ സ്ഥലത്തായിട്ട് ഇതിലുണ്ടായി. ഇതിൽ കുറച്ചുണ്ടായി. എന്താ ഉരുണ്ട് മറിയുന്നുണ്ടോ നോക്കുക. ഒന്നും കൂടി ഉണ്ട് കിട്ടിയ സന്തോഷിനും. അതില്ല. ഇതാ ആകെ കിട്ടിയത് എന്താ. അപ്പോ ഞാൻ ഇപ്പൊ മനസ്സിലാക്കി ഇത് കുറച്ചൊരു വെയിൽ കൊണ്ട് ഭാഗം. ഈ സംഭവത്തിന് വെയിലേ കിട്ടിയില്ല ഇവർക്കൊന്നും. അതുകൊണ്ട് ഇവർ അതിനനുസരിച്ച് എനിക്ക് കായ തന്നിട്ടുള്ളൂ. ഇവർ കുറച്ച് ഈ ചാക്ക് കുറച്ചൊരു വെയിലെത്തിന്. അപ്പൊ എനിക്ക് കുറച്ച് കിട്ടി. അപ്പൊ നമുക്ക് എല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായി ഇത്. അപ്പൊ കുറച്ച് വെയിലുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഇതിൽ കുറച്ച് കിട്ടിയിട്ടോ. ഇതൊക്കെ ഇന്ന് കിട്ടിയതാ. അപ്പൊ നല്ല മഞ്ഞ കളറും ആട്ടോ. ഈ പിന്നെ പറയാനുള്ളത് എന്താ, ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടുണ്ടാക്കിയ വെളുപ്പെടുത്ത് കറി വെച്ചതിന് വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതിന്. അത് അങ്ങനെ തന്നെ ക്യാബേജിക്കും വേറൊരു ടേസ്റ്റാ. അപ്പൊ ഇത് ഞാൻ സാധാരണ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കറി വെക്കാനൊക്കെ കൊണ്ടുപോക്കിനി പഴയ ചാക്കിത്തൊക്കെ. ഇതൊക്കെ പുതിയതാ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ ഞാൻ വിചാരിച്ചത് അതൊരു ചാക്ക് ഉണ്ടാവുന്ന. ഞാൻ വിചാരിച്ച് ഒരു ചാക്ക് വിളവെടുക്കാൻ ഉണ്ടാവുമെന്ന്. അപ്പൊ ഇങ്ങനെ കുറയുന്നത് വെയിൽ കിട്ടിയില്ലേ കുറയുന്നുള്ളൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വ്യക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത്, നല്ല വെയിലത്ത് വെച്ചോളി. പിന്നെ 3 മാസം ഉരുളക്കിഴങ്ങിൻ്റെ സമയം. 3 മാസം കറി വെക്കാൻ കൊണ്ടുവന്ന ഉരുളക്കിഴങ്ങ് മുള വന്നിട്ടാണ് ഞാൻ നട്ടത്. അങ്ങനെയാണ് നടേണ്ടതും. മുള വന്നത് നട്ടത് നല്ല പോട്ടി മിക്സിലൊക്കെ നട്ട്. ഇനി ഞാൻ ഈ പോട്ടി മിക്സ് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ചാക്കൊക്കെ ഞാൻ വേറെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. ഈ വേറെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ എടുക്കും. പിന്നെ ഈ ചാക്കും എടുക്കും, ഈ മണ്ണും എടുക്കും, എല്ലാം എടുക്കും. ഇതൊന്നും കളയാൻ പറ്റിയില്ല. അത് അത്രയും പോട്ടി മിക്സ് നിറഞ്ഞതാ. അപ്പൊ കണ്ടില്ല, ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പൊ 2 കിലോ പോലും കിട്ടീന് കേട്ടോ. ഇതെന്താ 2 കിലോ വെറുതെ കിട്ടും നമുക്ക് ഇടുന്നെങ്കിലും. നമുക്ക് പിന്നെന്താ ഞാനിങ്ങനെ ഇനിയിപ്പോ ഞാൻ സാധാ ചെടികൾ നടുപോലെ തന്നെ നട്ടിട്ട് എനിക്ക് കണ്ടമാനം വിളവ് കിട്ടും. പക്ഷെ ഇതിന് എനിക്ക് അതേപോലെ തന്നെ പോട്ടി മിക്സ് വെച്ചിട്ട് ഞാൻ ഇതും നട്ട് എനിക്ക് വിളവ് കിട്ടിയില്ല. ഇപ്പൊ ഞാൻ പഠിച്ച പാഠം സൂര്യപ്രകാശം കുറഞ്ഞത് കൊണ്ട് ഇതിന് കിട്ടിയില്ല. നമ്മളിപ്പോ നേരിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ചെടികൾക്ക് സൂര്യപ്രകാശം എന്നുള്ളത്. ഈ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ഈ ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കടുപ്പുള്ള വാക്കുകളാട്ടോ, ദഹിക്കൂര പെട്ടെന്ന്. അതിന് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ഞാൻ പഠിപ്പിക്കുന്നതല്ല കേട്ടോ, ഞാൻ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു തരുന്നത്, എൻ്റെ ചെടികൾക്ക് വന്ന മാറ്റം. അപ്പോൾ വായുവിൽ നിന്ന് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ വേരാണെങ്കിൽ ധാരാളം ജലവും ലവണവും വലിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ ആ സംഭവം, ആ പ്രക്രിയ എൻ്റെ ഈ ചെടികൾക്ക് നടത്താൻ കഴിയാതെ പോയി. കാരണം എല്ലാം ഒരേപോലെയല്ലേ ഞാൻ നടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എന്തിനാണ് സൂര്യപ്രകാശം ചെടികൾക്ക് എന്നുള്ളത്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ അവരാണെങ്കിൽ ആ സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടും. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ആഹാരം നിർമ്മിക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടും. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ ശ്വസിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അത് അവർ ചെടികൾക്ക് കിട്ടും. അപ്പോൾ നമ്മളും ചെടികളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. നല്ല കാറ്റുള്ള സമയം നല്ല ചെടികളുടെ ഇടയിലൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു നല്ലൊരു സുഖമായിരിക്കും ശ്വസനത്തിനും എല്ലാം. കാരണം എന്താ, ചെടികൾ ഇങ്ങനെ നല്ലോണം ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക്. അപ്പോൾ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവനുള്ളവർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ ചിലർക്കൊന്നും ദഹിച്ചെന്ന് വരില്ല. കാരണം ഞാനൊന്നും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് വന്ന ഈ ഒരു ചെറിയ പരാജയമുള്ളൂ. കൂടുതലൊന്നും പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല. അതിൽ നിന്ന് ഇത്രയും കിട്ടിയില്ലേ.
എനിക്ക് സന്തോഷം കിട്ടിയില്ല, എനിക്ക് ആരോഗ്യം കിട്ടിയില്ലേ, അങ്ങനൊക്കെ കിട്ടിയല്ലോ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും നമ്മൾ തൃപ്തിപ്പെടണം. ഇനി അടുത്തത് നമുക്ക് ഇനി പരിഹാര മാർഗം കണ്ടെത്തി ഇനി ഉഷാറൊക്കെ തോറ്റു കൊടുക്കണ്ട. അപ്പം പ്രകാശ സംശ്ലേഷണം പറയാൻ തന്നെ പ്രയാസമുള്ളത്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആഹാരം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ, ഇക്കൂട്ടത്തിലൊന്ന് ചേർത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പാഠം പഠിക്കാനാ. എനിക്ക് ഉണ്ടായ അനുഭവം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എത്ര എണ്ണ വിളവെടുത്ത് 1 2 3 4 5 ചാക്ക് പോട്ടെ, സാരമില്ല. ഞാൻ ഇതൊക്കെ കൃഷി എടുക്കുക എന്നുള്ളൊരു ഇബാദത്താ. പിന്നെ നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കളെ തീറ്റിക്കാലോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബുദിനെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.